കാണുമ്പോ എന്റെ മനസ്സിലാവും നമ്മൾ എന്നിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അൽഫാം അല്ല ഇഫ ചിക്കൻ. അപ്പൊ നമുക്ക് ഇഫ ചിക്കൻ ഉണ്ടാക്കാം. പറയണ്ട, സാധാ നമ്മള് അത്യാവശ്യം എല്ലാ മസാലകളും ഇട്ടുണ്ട്. സത്യത്തില് ഞാനല്ല മസാല ഇട്ടത്. ഇതില് മസാല ഇട്ട ആള് ഇവളാണ്. അതുകൊണ്ട് ഇവള് പറയും എന്നിട്ടെങ്കിലും ഇട്ടേ. അപ്പൊ അങ്ങനെ ഈ സംഭവത്തിന് ട്രെൻഡൊക്കെ കഴിഞ്ഞപ്പോഴാ ഞങ്ങളിത് ഉണ്ടാക്കാൻ പുറപ്പെടണേ. എല്ലാവരും കൂടി വരുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ ഉണ്ടാക്കിയതുള്ളൂ. ഞങ്ങൾക്കിതിനെ കുറിച്ച് കാര്യമായിട്ട് അറിവുള്ളൊന്നുമില്ല. ഞങ്ങൾ യൂട്യൂബ് വീഡിയോസും അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കണേ. നമ്മൾ പകുതി വേവിക്കുന്നത് എയർ ഫ്രയറിലാണ് കേട്ടോ. അപ്പോൾ 2 വശവും അത്യാവശ്യം നല്ലോണം കുക്കായി വരുമ്പോൾ നമ്മൾ പാനിലേക്ക് മാറ്റുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ടാണ് സോസൊക്കെ ഒഴിച്ചത്. ഞങ്ങൾ എയർ ഫ്രയർ ഇടയ്ക്കൊക്കെ ഇതുപോലെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇത് ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ഒട്ടും തന്നെ ഓയിൽ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കൊള്ളാട്ടോ സംഭവം. നമ്മുടെ ചിക്കൻ ഏറെക്കുറെ ഫ്ലോപ്പായിട്ടാണ് തോന്നുന്നത്. കാരണം ഇവ ഒരു ഗ്ലാസ് പാല് ഇതിൽ ഒഴിച്ചു. ഞാൻ പറഞ്ഞ ഒരു ഇത്തിരി ഒഴിക്കാൻ പാടുള്ളൂ. ഒരു ഗ്ലാസ് ഒഴിച്ചു. ഇതിപ്പോ ഏതാണ്ട് സാമ്പാർ പരുവത്തിലിരിക്കണ കട്ടയാവണില്ല. പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ സാധനം സെറ്റ് ആയിട്ടാണ് കണ്ട. നല്ല തിക്കായി തന്നെ വന്നിട്ടാണ്. ചട്ടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാകും. അതാണ് ഈ പൊട്ടിത്തെറിയിട്ടാ. ഇനിയിപ്പോൾ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ബട്ടർ അതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തു. പിന്നെ കുറച്ചേരം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂടി വെച്ചതിന് ശേഷം നമ്മുടെ ആ സോസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.